ഇങ്ങനെ നിന്ന ഏയ് അപ്പോട് പോന്നല്ലേ പറയുന്നില്ലേടി അപ്പോടെ പോകുന്ന കയ്യെ പിടിച്ചിട്ട് കുഞ്ഞിന്റെ അയ്യോ പിടിച്ചെന്നിട്ട് കേട്ടാന്ന് ചോറെടുത്തോ നീയാ ചോറെടുത്തോന്ന് മറക്കാതെ കൊടുക്കണേ മറക്കാതെ കൊടുക്കണം ആൽഫയില് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ആർസിഎമ്മിന് പെയിൻകോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടേ അത് ഈ മുട്ടുവേദനയ്ക്ക് നല്ലതാ പുള്ളിക്കാരി ആൻറ്റിക്ക് അതാണ് അതെവിടുന്നത് ആർസിഎമ്മിൻ്റെ എന്നാ സാധനം പെയിൻകോ അത് വെച്ചാല് ഇതാവുള്ളൂ പോലും മുട്ട നിൽക്കാൻ പറ്റത്തെ പറ്റത്തില്ല അത് പറ്റത്തില്ല ഒരു അസുഖമെങ്കിലും ആർക്കെങ്കിലും ഒരുമിച്ച് കൊടുക്കണം അയ്യോ അതെന്താ ഏത് സാധനമാ സാധനം ആ കണ്ടായിരുന്നോ എന്നിട്ട് കണ്ടിട്ട് എന്താ തോന്നി നടക്കണം മനസ്സിലായോ ഇപ്പോൾ മനസ്സിലായോ ഞങ്ങൾ പറയുമ്പോൾ നമ്മളതുകൊണ്ട് ഉണ്ടാക്കി പറയാമെന്ന് വിചാരിക്കും അതാണ് പ്രവീണനും പറഞ്ഞേ കുടിക്കട്ടെ ഇത് അവിടെ ഒരു സെക്കൻഡ് ഇതെന്നാ സംഭവം ഇതിപ്പോ ഇവിടെ പിടിച്ചിങ്ങനെ ഞെക്കി ഇങ്ങനെ ഞാൻ അവിടെ പിടിച്ചേക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് നേരെ ഇങ്ങോട്ട് അങ്ങനെ വരുന്നേ അങ്ങോട്ട് ഇവിടത്തെ ഇതിപ്പോ ഇപ്പൊ എന്നാ വരാത്തെ ഇതല്ല കണ്ടോ ഇങ്ങോട്ടെന്നാ വരാത്തെ കൊച്ചിനെ വിട്ടപ്പോഴും അങ്ങനെ വന്നായിരുന്നു ആ വന്നു വന്നെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ നേരെയാകും ഇങ്ങോട്ട് വെച്ചാൽ ഇതുണ്ടോ ഒറ്റ സ്വിച്ച് നേരെയാ പിന്നെ മഴ കുട വേണ്ടേ ഏത് കുട എല്ലാ കുട ഇവിടെ ഉണ്ടല്ലോ പിന്നെ ചേട്ടാ ഏത് കുട ഉള്ളത് വേണമെങ്കിൽ എടുത്തോണ്ടോ വേണമെങ്കിൽ ഒരു കുട എടുത്ത് തരാം മതി മതി എന്നാ പൊക്കോ ഓടിക്കോ വിട്ടുപോട്ടെ രാവിലെ ഇത് മഴ ഇന്നലെ ഒരു കുഴപ്പമില്ലാത്ത കാലാവസ്ഥ പോയേക്കാം പത്ത് ദിവസമായിട്ട് പോകുന്നില്ല ഇന്നില്ലേ മഴ 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 ഏറും തോന്നുന്നു ചാറുതാ ഓടി മഴ വലിയ മഴയില്ല പക്ഷെ അതിനോട് ആ കട ഇപ്പൊ തുറക്കുന്നില്ല അപ്പൊ ആ ഇപ്പൊ മഴയും മാറി ഇപ്പൊ മഴയും പോയി എല്ലാം പോയി വെയിൽ കളിക്കും
അതേനെ ഇപ്പം ബൈക്കാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ബാഗൊക്കെ എങ്ങോട്ട് നേരെ ബൈക്ക് നോക്കി നിങ്ങൾ അറിഞ്ഞില്ലേ? ഓ അവിടെ ഇന്നൊന്നും കിട്ടുകയല്ല കേട്ടോ. ഒന്നുമില്ല എവിടെയാ? ജ്യൂസ് കുടിക്കുന്നുണ്ട് എറണാകുളം ഇരിപ്പുണ്ട്. ഉണ്ടോ ഓണത്തിന് ഇതാണ് ഇടിഞ്ഞത്. താങ്ങ് വരെ ഉണ്ട്. ഇത് ഉള്ളുണ്ടോ? ചുമ്മാ നാളായി പത്രത്തിൽ പവറാന്നറിയോ താനും വീഡിയോ വലിക്കുന്നു. ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ട്. എന്നാ ശക്തിയോ ഇതുണ്ട്. എന്റെ ക്യാമറ ഇല്ല. 22-ാം തീയതിക്ക് ഉണ്ടല്ലോ. വരണം 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 എന്നൊക്കെ പറഞ്ഞു. ഇത് പോയത് എങ്ങോട്ടാ അറിയോ? ഇതിപ്പോ പണ്ട് പേര് കേസായി കുറായി സോഷ്യൽ മീഡിയ വീഴുന്ന അതിപ്പോ അമ്പലമൊന്നുമല്ല, ഈ പൊതുവായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാശ് കണ്ടമാനം കാശ് വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതേപോലത്തെ ഉടായിപ്പോ. ഞാനിപ്പോ അതില് അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ പ്രഷർ പമ്പൊക്കെ കൊടുക്കാൻ പറ്റുമോ? മറ്റേത് മുഴുവൻ മറ്റേ ധൂമായിക്കും കളച്ചെടുത്ത വഴിയല്ലേ. പച്ചക്ക് അല്ല പച്ചക്കറി വെയിലല്ലേ ഇവിടെ പത്തേ. ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഉച്ചയായി ചോറിനിട്ടിരിക്കും. ആ ടെമ്പിൾ ലൈൻ വരെ വരുന്നോ? ഇതിന് താക്കോലുണ്ടായാല് നിങ്ങളതിനും കടിച്ചോ? എവിടെയായിരുന്നു? ഗുണമില്ലാത്ത ഞാൻ നിങ്ങൾക്ക് തത്തയ്ക്ക് കൊണ്ട് കൊടുക്കും.
ഇതാ സിനിമയ്ക്കകത്തുള്ള ഇതോ ഈ കെട്ടിടം. ഇത് രണ്ടുണ്ട്. ഇതും ഉണ്ടല്ലേ? ഏത് സിനിമ? മോഹൻലാലിന്റെ മാട. മോഹൻലാലിന്റെ മാട. ആ പടത്തിന് പേരണ തുടക്കം. തുടക്കം. ആ ടെമ്പിൾ ലൈൻ്റെ അവിടെ നിന്ന് ഒരു പ്ലെയർ കിട്ടിയായിരുന്നു. ടെമ്പിൾ ലൈൻ്റെ ഇങ്ങനെ ആ കുളത്തിന്റെ സൈഡിലെ റൂമിരുന്നു. ആ കുളത്തിന്റെ സൈഡിലെ ഈ ബിൽഡിംഗ് ഈ കെട്ടിടം ഉണ്ട്. ആ ഇതുണ്ട് അതുണ്ട്. ഇത് ഏതാസനോ? ഈ തീരെ ഇങ്ങോട്ട് പറഞ്ഞു. വർക്ക് കഴിഞ്ഞു. അതിവിടെ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അത് നോക്കാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് സന്ധ്യ കഴിയുമ്പോഴാണ് കംപ്ലൈൻറ്റ്. 6:30 കഴിയുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് കാണിക്കും. ആ കംപ്ലൈൻറ്റ് പകലൊന്നുമില്ല. അതെന്നാന്ന് നോക്കാൻ വേണ്ടി നിൽക്കുക. ഇനി വല്ല പ്രേതബാധയാണോ എന്നൊരു സംശയമുണ്ട്. നോക്കാം. ആ ഹലോ ഇല്ല അല്ല ഇല്ല കുറച്ച് കറണ്ടിന്റെ പ്രശ്നമുണ്ട്. അത് കത്തിക്കൊണ്ടിരിക്കുക. അടുത്ത അവിടെ വേറെ അവിടെ വിശേഷന്മാരുണ്ട്. ആ ചേട്ടാ കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ചേട്ടാ ഞാൻ വൈസമാലിയിൽ നിന്നായിരുന്നു. അതിപ്പോൾ 6 ആയപ്പോൾ വീണ്ടും അതേ പരിപാടി തന്നെ ഓണായിട്ടുണ്ട്. ചേട്ടാ അത് ഓഫ് ചെയ്യണ്ട. ഇവിടെ ട്രാൻസ്ഫോമർ നിങ്ങളുടെ എർത്ത് കട്ടായി കിടക്കുക. ഇവിടെ ആണ്ട് ഈ ഏരിയയിലും ക്രോസാമയിലും എല്ലാം സപ്ലൈയാണ് നിൽക്കുന്നത്. ആ മൊത്തം സപ്ലൈ. ഞാൻ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ എ ബിയുടെ ഹാൻഡിലും അല്ലെങ്കിൽ ക്രോസാമയിലും എല്ലാം മൊത്തം ഈ മറ്റേ കമ്പി ഉണ്ടല്ലോ, നിങ്ങൾ എർത്ത് ചെയ്യാൻ ഇറക്കിയിരിക്കുന്ന കമ്പി എല്ലാം കൂട്ടി മുട്ടി നിന്നിട്ട് അത് കത്തി പഴുത്താണ് നിൽക്കുന്നത്. ആ എർത്ത് കൊടുത്തിരിക്കുന്നത് അത് എവിടെയോ കട്ടായി പോയി എന്ന് പറഞ്ഞാൽ തുരുമിച്ച് വേറല്ലേ, അത് മുഴുവൻ തുരുമിച്ച് ഇതായി. ആ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നാളെ രാവിലെ വരികയാണെങ്കിൽ നമുക്കതും മാറാം. ഇവിടുന്നാണ്. അപ്പോൾ ലൈറ്റെല്ലാം ഓണാകുമ്പോഴത്തേന് ലോഡ് വലിക്കുമ്പോഴത്തേന് ഇവിടുന്ന് വരുന്നതാ. ട്രാൻസ്ഫോമർ തന്നെ വരുന്ന എല്ലാ മീറ്ററിലും വരുന്നുണ്ടല്ലോ. ആ ഓക്കെ. ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുക. ഇത് സ്പാർക്കായി കൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ അയച്ചു തരാം. ആ നമ്മുടെ എന്നാ ഇത് ഓഫാക്കുകയല്ലേ എ വി കട്ടാക്കുന്നില്ല. അതിന്റെ അവിടെ എല്ലാം തീ കത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ. ആ ഹാൻഡിലെ മുട്ടി നിൽക്കുന്ന വയറല്ലേ, ഹാൻഡിലെ മുട്ടി നിൽക്കുന്ന വയറല്ലേ, മറ്റേ ജിയ വയറല്ലേ എർത്തടിച്ചിരിക്കുന്നത്. അതിലെല്ലാം അയ്യോ ആ ഞാനിപ്പോ വീഡിയോ കൂടെ എടുത്ത് ഈ നമ്പറിലുള്ള വാട്സപ്പ് ഉള്ളല്ലേ, ഞാൻ വീഡിയോ ഇടാം. കീഴെ കയറിപ്പോലെ തമാശ കളിക്കൊണ്ടിരിക്കാതെ ഒന്നാമത്തെ മുഴുവൻ നടന്നു കിടക്കും.
അതിപ്പോൾ എന്നറിയാം, അത് അവിടുന്ന് കത്തി ഇതായി കഴിഞ്ഞപ്പം ഇങ്ങോട്ട് മാറി ആ സാധനം അതേന്ന് വിട്ടുപോയി. സംഗതി കണ്ടല്ലോ. എത്ര പേര് വിളിച്ചതാണെന്ന് അറിയാം നിങ്ങളെല്ലാം കൂടെ. ഞാൻ നിങ്ങളെ ഒന്നുമല്ല വരുവാണ്. സാറിനോട് വിവരം പറഞ്ഞേക്കണ്ട. ഈ സംഗതി മനസ്സിലായോ? എന്താ വെച്ചാൽ ഇത് രാത്രിയിൽ അറിയുമ്പോൾ പകല് വന്ന് നോക്കിയാൽ നമ്മളിത് കാണില്ല. ആ കത്തി നിൽക്കുന്നതും കാണത്തില്ല. ഓണാകാതെ എനിക്കും പറയാൻ പറ്റില്ല ഇത് എവിടുന്നാണ്, നിങ്ങൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാന്ന്. അത് വേറെ വിഷയം ഉണ്ടായിരുന്നു. എന്നാ പറയുക, ഇന്ന് പകൽ അവന്മാർ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തോളം ഇത് അങ്ങോട്ട് അതുണ്ടോ കത്തുന്നുണ്ടോ? ആ ഇവിടെ നിന്നെടുക്കും, ഇവിടെ നിന്നെടുക്കാം. കാണാമോ? സൂം ചെയ്തെടുക്കും. പകല് പക്ഷെ നമ്മൾ നോക്കിയില്ല. അവന്മാർ വെൽഡിങ് അവിടെ പണിയുന്നുണ്ടാവില്ല വെൽഡിങ് ഒക്കെ. ആ പക്ഷെ അവന്മാർ അതിന് മാത്രമുള്ള വെൽഡിങ് ഇല്ല. വെൽഡിങ് ഒക്കെ ഉള്ളപ്പോൾ നോക്കുക കുറെ കൂടെ എടുക്കാൻ പറ്റും. അവിടെ എല്ലാം ഉണ്ട് തോന്നിക്കുന്നത്. മുന്നാമനും പോലെ വയ്ക്കും. KCB-കാരുടെ കംപ്ലൈൻ്റ്. അവന്മാർ ശരിക്കും ഇറത്തി കഴിഞ്ഞിട്ട് ലൈൻ മൊത്തം വിഷയമാണ്. ഇതൊക്കെ എത്രമാത്രം വിഷയമുള്ള കേസാണെന്ന് അറിയോ? ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ട്രാൻസ്ഫോമറിൽ എർത്ത് കറക്റ്റ് അല്ലാഞ്ഞിട്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള മൊത്തം വീട്ടിലും ഫേസ് നമ്മൾ ഈ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്ന പോലെ തന്നെ ന്യൂട്രലും കത്തുക. അതാണ് കംപ്ലൈൻറ്റ്. അത് ഈ രാത്രി സമയത്തേ ഉള്ളൂ. കാരണം രാത്രി ആകുമ്പോഴത്തേനും എല്ലാ ലൈറ്റുകളെല്ലാം ഓണായി കുറേ ലോഡ് എടുക്കും. ആ ലോഡ് എടുക്കുമ്പോഴത്തേനും തിരിച്ച് ഫേസ് തിരിച്ച് റിട്ടേൺ വന്ന് എർത്താവേണ്ടത് എർത്താവാതെ തിരിച്ച് വന്ന് ട്രാൻസ്ഫോമറിൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരിക. ശരിക്കും എർത്താകുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാണാൻ വേണ്ടിയാണ് ഞാൻ ഒരു എല്ലാം ഉണ്ടാക്കാം. 50 രൂപയുള്ളൂ, 50 രൂപയുള്ളൂ. കോപ്പ ഇപ്പം കയറി വന്നതുള്ളൂ. മറ്റേ സതീഷ് വിളിച്ച അവനൊരു ക്യാമറ എടുക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ച